നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കറണ്ട് അഫേഴ്സ് ആണ് നോക്കുന്നത്. എല്ലാ എക്സാമുകൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫേഴ്സ്. അതുകൊണ്ട് തന്നെ കറണ്ട് അഫേഴ്സിന് ഒരു പ്രത്യേക പ്രാധാന്യം കൊടുത്ത് തന്നെ നമുക്ക് പഠിക്കണം. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോകാം. കേരളത്തിലെ നിലവിലെ ദേവസ്വം വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ നിലവിലെ ദേവസ്വം വകുപ്പ് മന്ത്രി കേരളത്തിലെ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവനാണ്. VN വാസവനാണ് കേരളത്തിലെ നിലവിലെ ദേവസ്വം വകുപ്പ് മന്ത്രി. എന്താണ്? കേരളത്തിലെ നിലവിലെ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവനാണ്. 18ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വോട്ടിംഗ് ശതമാനം എത്രയാണ്? 18ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വോട്ടിംഗ് ശതമാനം 71.27 ആണ്. എന്താണ്? 71.27% 18ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വോട്ടിംഗ് ശതമാനം. എന്താണ്? 18ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വോട്ടിംഗ് ശതമാനം 71.27%. തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നും ജയിച്ച് കേന്ദ്ര സഹമന്ത്രിയായ കേരളത്തിലെ വ്യക്തി ആരാണ്? സുരേഷ് ഗോപിയാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നും ജയിച്ച് കേന്ദ്ര സഹമന്ത്രിയായ കേരളത്തിലെ വ്യക്തി. കേരളത്തിലെ നിലവിലെ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവനാണ്. 18ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വോട്ടിംഗ് ശതമാനം 71.27%. തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നും ജയിച്ച് കേന്ദ്ര സഹമന്ത്രിയായ കേരളത്തിലെ വ്യക്തി ആരാണ്? സുരേഷ് ഗോപിയാണ്. പശ്ചിമഘട്ട വികസന പദ്ധതികളുടെ നടത്തിപ്പും മേൽനോട്ടത്തിനും നേതൃത്വം നൽകുന്ന വകുപ്പ് ഏതാണ്? കൃഷി വകുപ്പാണ് പശ്ചിമഘട്ട വികസന പദ്ധതികളുടെ നടത്തിപ്പിനും മേൽനോട്ടത്തിനും നേതൃത്വം നൽകുന്ന വകുപ്പ് ഏതാണ്? കൃഷി വകുപ്പാണ്. എന്താണ്? പശ്ചിമഘട്ട വികസന പദ്ധതികളുടെ നടത്തിപ്പിനും മേൽനോട്ടത്തിനും നേതൃത്വം നൽകുന്ന വകുപ്പ് കൃഷി വകുപ്പാണ്. 28ാമത് കാലാവസ്ഥാ ഉച്ചകോടിയിൽ 2070 നെറ്റ് സീറോ കാർബൺ എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുമെന്ന് പ്രഖ്യാപിച്ച രാജ്യം ഇന്ത്യയാണ്. എന്താണ്? 28ാമത് കാലാവസ്ഥാ ഉച്ചകോടിയിൽ 2070 ആകുമ്പോൾ നെറ്റ് സീറോ കാർബൺ എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുമെന്ന് പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ ആദ്യ ശീതകാല സമ്മേളനം നടന്നതെന്നാണ്? 2023 ഡിസംബർ 4 ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ആദ്യ ശീതകാല സമ്മേളനം നടന്നത്. 2023 72ാം മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് ആരാണ്? ഷെയ്നീസ് പാലാസിയോസ് ആണ് 2023 72ാം മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത്. എന്താണ്? പശ്ചിമഘട്ട വികസന പദ്ധതികളുടെ നടത്തിപ്പും മേൽനോട്ടവും ഒക്കെ നേതൃത്വം നൽകുന്ന വകുപ്പെന്ന് പറയുന്നത് കൃഷി വകുപ്പാണ്. 22ാം കാലാവസ്ഥാ ഉച്ചകോടിയിൽ 2070 ആകുമ്പോഴേക്കും നെറ്റ് സീറോ കാർബൺ എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുമെന്ന് പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ആദ്യത്തെ ശീതകാല സമ്മേളനം നടന്നത് 2023 ഡിസംബർ 4 2023 72ാം മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് ആരാണ്? ഷെയ്നീസ് പാലാസിയോസ് ആണ് 2023 72ാം മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത്. 17ാം IPL കിരീടം നേടിയ ടീം ഏതാണ്? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് 17ാം IPL കിരീടം നേടിയ ടീം. ആരാണ്? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് 17ാമത് IPL കിരീടം നേടിയ ടീം. 2024 വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൻ്റെ വിജയി ആരാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ് 2024 വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൻ്റെ വിജയി. 2024 കേരള ബജറ്റിൽ പ്രതിപാദിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യം വെച്ചാണ്? പട്ടികവർഗ വിഭാഗത്തിൻ്റെ ഉന്നമനം ലക്ഷ്യം വെച്ചാണ് 2024 കേരള ബജറ്റിൽ പ്രതിപാദിച്ചിട്ടുള്ള ഉന്നതി മിഷൻ. എന്താണ്? 2024 കേരള ബജറ്റിൽ പ്രതിപാദിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യം വെച്ചാണ്? പട്ടികവർഗ വിഭാഗത്തിൻ്റെ ഉന്നമനം ലക്ഷ്യം വെച്ചാണ് 2024 കേരള ബജറ്റിൽ പ്രതിപാദിച്ചിട്ടുള്ള ഉന്നതി മിഷൻ പദ്ധതി. 2024 വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് വിജയിയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. 17ാമത് IPL കിരീടം നേടിയ ടീം ഏതാണ്? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് 17ാമത് IPL കിരീടം നേടിയ ടീം.
2024-25 ബജറ്റിൽ ഏത് രാജ്യത്തിൻ്റെ വികസന മാതൃക പിന്തുടരുകയാണ് കേരളം ലക്ഷ്യമിടുന്നത്? 2024-25 ബജറ്റിൽ ചൈനയുടെ വികസന മാതൃക പിന്തുടരാനാണ് കേരളം ലക്ഷ്യമിടുന്നത്. എന്താണ്? 2024-25 ബജറ്റിൽ ഏത് രാജ്യത്തിൻ്റെ വികസന മാതൃക പിന്തുടരുകയാണ് കേരളം ലക്ഷ്യമിടുന്നത്? ചൈനയുടെ വികസന മാതൃക പിന്തുടരുക എന്ന ലക്ഷ്യമാണ് 2024-25 ബജറ്റിൽ ഇന്ത്യ ലക്ഷ്യമിടുന്നത്. അടുത്തിടെ വരൾച്ച കാരണം ഏലത്തോട്ടങ്ങൾക്ക് വലിയ തോതിലുള്ള നാശനഷ്ടം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? കേരളമാണ് അടുത്തിടെ വരൾച്ച കാരണം ഏലത്തോട്ടങ്ങൾക്ക് വലിയ തോതിലുള്ള നാശനഷ്ടം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം. 2024 ഫിസ്ക്കൽ മോണിറ്റർ റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടന ഏതാണ്? 2024 ഫിസ്ക്കൽ മോണിറ്റർ റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടന IMF ആണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം വിജയി ആരാണ്? ജാനിക് സിന്നർ ആണ് 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം വിജയി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഏതാണ്? കാർലോസ് അൽക്കാരസ് ആണ് ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. എന്താണ്? അടുത്തിടെ വരൾച്ച കാരണം ഏലത്തോട്ടങ്ങൾക്ക് വലിയ തോതിലുള്ള നാശനഷ്ടം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? കേരളമാണ്. 2024 ഫിസ്ക്കൽ മോണിറ്റർ റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടന ഏതാണ്? IMF ആണ്. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടായ IMF ആണ് 2024 ഫിസ്ക്കൽ മോണിറ്റർ റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടന. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം വിജയി ആരാണ്? ജാനിക് സിന്നർ ആണ് 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം വിജയി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാരാണ്? കാർലോസ് അൽക്കാരസ് ആണ് ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. 17ാം IPL കിരീടം നേടിയ ടീം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. 2024 വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് വിജയി ആരാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. 2024 കേരള ബജറ്റിൽ പ്രതിപാദിച്ചിട്ടുള്ള ഉന്നതി മിഷൻ പട്ടികവർഗ വിഭാഗക്കാരുടെ ഉന്നമനത്തിനെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. 2024-25 ബജറ്റിൽ ഏത് രാജ്യത്തിൻ്റെ വികസന മാതൃക പിന്തുടരുകയാണ് കേരളം ലക്ഷ്യമിടുന്നത്? ചൈനയുടെ വികസന മാതൃക പിന്തുടരുകയാണ് കേരളം ലക്ഷ്യമിടുന്നത്. പശ്ചിമഘട്ട വികസന പദ്ധതികളുടെ നടത്തിപ്പും മേൽനോട്ടത്തിനും നേതൃത്വം നൽകുന്ന വകുപ്പാണ് കൃഷി വകുപ്പ്. 28ാം കാലാവസ്ഥ ഉച്ചകോടിയിൽ 2070 നെറ്റ് സീറോ കാർബൺ എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുമെന്ന് പ്രഖ്യാപിച്ച രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ആദ്യ ശീതകാല സമ്മേളനം നടന്നത് 2023 ഡിസംബർ 4-നാണ്. 2023 72ാം മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് ഷെയ്നീസ് പാലാസിയോസ് ആണ്. കേരളത്തിലെ നിലവിലെ ദേവസ്വം വകുപ്പ് മന്ത്രിയാണ് VN വാസവൻ. 18ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വോട്ടിംഗ് ശതമാനം 71.27 ആണ്. തൃശൂർ മണ്ഡലത്തിൽ നിന്നും ജയിച്ച് കേന്ദ്ര സഹമന്ത്രിയായ കേരളത്തിലെ വ്യക്തിയാണ് സുരേഷ് ഗോപി.